നിലതെറ്റിയ മനസ്സും ഇടറുന്ന കാൽവെപ്പുകളുമായി ആ രാത്രിയിൽ ലക്ഷ്യബോധമില്ലാതെ അവൾ നടന്നു. മിഴികൾ എന്തിനോ പെയ്തുകൊണ്ടിരുന്നു. എങ്ങോട്ട് പോകണമെന്നോ എന്തു ചെയ്യണമെന്നോ അറിയാതെ അവസ്ഥയിൽ നടന്നു. മനസ്സ് മരവിച്ചിരിക്കുന്നു. എന്തിനാണ് ദൈവം തന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്? പരിഹാസങ്ങളും അവഗണനയും കേട്ട് മടുത്തു. ഇതിലും ഭേദം ഞാൻ ജനിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇല്ല, ഈ ഭൂമിക്ക് ഒരു പരിഹാസപാത്രമായി താൻ ജീവിച്ചിരുന്നുകൂടാ. ജന്മം നൽകിയ അച്ഛന് വേണ്ട, പോറ്റി വളർത്തിയ അമ്മയ്ക്കും വേണ്ട, താൻ ജീവനെപ്പോലെ കൊണ്ടു നടന്ന അനിയത്തിയും തള്ളി പറഞ്ഞിരിക്കുന്നു. അവർക്കൊക്കെ താനൊരു ഭാരമാണെന്ന്. അതിന് കാരണം തൻ്റെ ഈ വിരൂപതയാണെന്ന്. ഇല്ല, ദേവിക എന്നീ തുമ്പിയെ അല്ല, ഈ വിരൂപി ഇനി വേണ്ട, തീരട്ടെ. ആർക്കും വേണ്ടാത്ത ഈ ജന്മം. ചിന്തകളുടെ ഭാണ്ഡക്കെട്ടുമായി വിജനമായ പാതയിലൂടെ അവൾ ഏകാന്ത പതികയായി നടന്നു. പെട്ടെന്നാണ് ചീൽപ്പാനി വന്നൊരു കാർ അവളെ ഇടിച്ചു തെറിപ്പിച്ചത്. ഇവൾ ദേവിക എന്ന തുമ്പിപ്പെണ്ണ്. വലിയ വീട്ടിൽ ശിവരാമൻ്റെയും ഉമയുടെയും 2 മക്കളിൽ മൂത്തവൾ. ഇളയത് രേവതി. നീണ്ടുമെലിഞ്ഞ ശരീരപ്രകൃതി, നീളൻ ഇടതൂർന്ന മുടി, കറുത്ത നിറമാണ്, പല്ലുകൾ പൊന്തിയിരിക്കുന്നു, മുതുകിൽ ചെറിയൊരു കൂനുണ്ട്. അതിനാൽ തന്നെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കുമിടയിൽ ഇവൾ വിരൂപയായിരുന്നു. പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഒറ്റപ്പെടുത്തൽ ഇവളുടെ കൂട്ടുകാരായിരുന്നു. ജീവിതം മടുത്തു. എല്ലാത്തിലും നിന്നും മൂളിച്ചോടാൻ, മരണത്തെ കൂടെ കൂട്ടാൻ ഇറങ്ങിത്തിരിച്ചവൾ. ഇത് ഇവളുടെ കഥയാണ്.